നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള പഞ്ചായത്ത് പരിധിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. കുഴിക്കാട്ടുശ്ശേരി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. എടത്തിരുത്തി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. പുത്തഞ്ചിറ വടക്കുമുറി ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഹരിത വിദ്യാലയം, ഹരിത അംഗനവാടി, ഹരിത സ്ഥാപന പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. വാർത്തകൾ വിശദമായി. മാള പഞ്ചായത്ത് പരിധിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ഇത്തവണ സ്കൂൾ കുട്ടികൾക്ക് നേരെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂളിലെ 2 വിദ്യാർത്ഥിനികൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് തെരുവുനായ 3 വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഭയന്നോടിയ വിദ്യാർത്ഥികളിൽ 2 പേരെ നായ ആക്രമിച്ചു. ഒരാൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ റോഡിൽ വീണ് പരിക്കേറ്റു. വിദ്യാർത്ഥികളെ പുത്തഞ്ചിറ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും പിന്നീട് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി. മാസങ്ങൾക്ക് മുൻപാണ് അഷ്ടമിച്ചിറയിൽ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. തുടർന്ന് മാള പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആക്രമണകാരികളായ നായ്ക്കളെ പിടികൂടിയിരുന്നു. കൂടാതെ അഷ്ടമിച്ചിറ ഭാഗത്തെ തെരുവുനായ്ക്കൾക്ക് വാക്സിനേഷനും നൽകി. എന്നാൽ ഇപ്പോഴും പഞ്ചായത്ത് പരിധിയിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. എടത്തിരുത്തി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി 5000 ലിറ്റർ വീതം സംഭരണ ശേഷിയുള്ള 2 ടാങ്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നേരത്തെയുള്ള പൈപ്പ് ലൈനുകൾക്ക് പുറമെ 1/2 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ പൈപ്പ് ലൈനുകളും ഉടൻ സ്ഥാപിക്കും. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. എം.എൽ.എ ഫണ്ടിൽ നിന്നും അനുവദിച്ച 72 ലക്ഷം രൂപയിൽ ബാക്കി വന്ന തുകയാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന എടത്തിരുത്തി പഞ്ചായത്തിലെ 5-6 വാർഡുകളിലേക്ക് വേണ്ടിയാണ് 2023 മെയ് മാസത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. ചന്ദ്രാപിന്നി ആലുവ തെരുവിന് സമീപമുള്ള രാമൻകുളത്തിൽ 3.6 ഡയാമീറ്റർ ഉള്ള കിണർ, പമ്പ് ഹൗസ്, പ്രഷർ ഫിൽറ്റർ, മോട്ടോർ പമ്പ് സെറ്റ് എന്നിവ സ്ഥാപിച്ചായിരുന്നു പദ്ധതിയുടെ തുടക്കം. ഇതിൽ നിന്നും 90 mm വ്യാസമുള്ള പൈപ്പ് 3348 മീറ്റർ നീളത്തിലും 110 mm വ്യാസമുള്ള പൈപ്പ് 204 നീളത്തിലും ഇട്ട് വിവിധ പ്രദേശങ്ങളിൽ പൊതു ടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. 20,000 ലിറ്റർ വെള്ളം മണിക്കൂറിൽ പമ്പ് ചെയ്യാൻ സാധിക്കുമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. വാട്ടർ അതോറിറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ പമ്പിംഗ് സമയത്ത് മുഴുവൻ ടാപ്പുകളും തുറക്കാതെ വരുമ്പോൾ മർദ്ദം താങ്ങാനാവാതെ പൈപ്പുകൾ പൊട്ടുന്നതും മറ്റും പദ്ധതിക്ക് പ്രതിസന്ധി തീർത്തു. ഇതോടെ കുടിവെള്ളം പലയിടങ്ങളിലും ലഭിക്കാതെയുമായി. പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. ഇതോടെയാണ് സാങ്കേതിക തകരാറുകൾ നീക്കി സുഗമമായ ജലവിതരണം ലക്ഷ്യമാക്കി 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇ.ടി. ടൈസൺ എം.എൽ.എ പദ്ധതി സ്ഥലം സന്ദർശിച്ചു. അടുത്ത ദിവസം തന്നെ പമ്പിംഗ് ആരംഭിക്കുമെന്ന് എം.എൽ.എ പറഞ്ഞു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുത്തഞ്ചിറ വടക്കുമുറി ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഹരിത വിദ്യാലയം, ഹരിത അംഗനവാടി, ഹരിത സ്ഥാപന പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. അഡ്വക്കേറ്റ് വി.ആർ. സുനിൽകുമാർ എം.എൽ.എ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ട് എം.എൽ.എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വടക്കുമുറി ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ പ്രഖ്യാപിച്ചു. എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്ക് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർക്ക് എത്രയും പെട്ടെന്ന് കയറിയിരിക്കാനുള്ളൊരു വേദി ഉണ്ടാക്കണമെന്നിവിടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കോൺട്രാക്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A.P. വിദ്യാധരൻ,
സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ രമ രാഘവൻ, സുമിത ദിലീപ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മാള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ്, പ്രധാന അധ്യാപിക ജിസി റോഡ്രിക്സ്, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന കൊടകര വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വൃശ്ചികത്തിലെ 30 ശനിയാഴ്ചയായ നവംബർ 16 ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്രതശുദ്ധിയുടെ പൊൻപുലരിയിൽ കാനന നടുവിലെ കലിയുഗ വരദനെ കൺകുളിർക്കെ വണങ്ങാനും മലമുകളിലെ ക്ഷേത്രസന്നിധിയിലെ പുനർജനി നോഴ്ന്ന് പാപമുക്തി നേടാനുമായി ആയിരങ്ങൾ ക്ഷേത്രസന്നിധിയിൽ എത്തും. പുലർച്ചെ 4-ന് തന്ത്രി ഏർണൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരി ക്ഷേത്രനട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ദേവസ്വം ഓഫീസർ M. സുധീർ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AK രാജൻ, സെക്രട്ടറി PR അജയഘോഷ്, KR രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാമക്കാല സ്വദേശിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഇച്ചാവ എന്നറിയപ്പെടുന്ന ചാമക്കാല ചക്കുഞ്ഞി കോളനി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ വൈഷ്ണവിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. മൂർക്കനാട് ഇരട്ടക്കൊലപാതകം, 4 വധശ്രമ കേസുകൾ, കവർച്ച തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ്. ഇരട്ടക്കൊലപാതക കേസിൽ ജാമ്യത്തിന് ശ്രമിച്ചു വരുന്നതിനിടെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർ KS സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റാഫി ചേനകപ്പറമ്പിൽ, ഷിജു എന്നിവരടങ്ങുന്ന സംഘമാണ് നടപടി പൂർത്തീകരിച്ചത്. മാള സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായി ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നിരവധി വായ്പാ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന മുൻ പ്രസിഡന്റിനും ബാങ്കിലെ 2 ജീവനക്കാർക്കുമെതിരെ ജില്ലാ ജോയിന്റ് ഓഡിറ്റ് ഡയറക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് സെക്രട്ടറി തൃശൂർ ജില്ലാ റൂറൽ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ജോഷി അറിയിച്ചു. നേതൃത്വം എന്നോട് പറഞ്ഞത് അത് കാര്യമാക്കേണ്ട, അത് മറച്ചു വെച്ചോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് അങ്ങനെ മറച്ചു വെക്കാനോ കാര്യങ്ങളോ നിന്നാൽ അതിൽ ഞാനും പ്രതിയാകും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായതിൻ്റെ പേരിൽ ഞാൻ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതിൻ്റെ ഒറ്റ കാരണത്താൽ ഇവിടുത്തെ പാർട്ടി നേതൃത്വം എന്നോട് ശത്രുത പ്രഖ്യാപിക്കുകയും ഞാനുമായിട്ടുള്ള സഹകരണങ്ങളോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളോ എന്നെ സംബന്ധിക്കാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2023-2024 വർഷം വലിയൊരു സംഖ്യയാണ് പാർട്ടി ഭീഷണിപ്പെടുത്തും പോലെ നമ്മുടെ കയ്യിൽ നിന്നും ബാങ്കിൽ നിന്നും സംഭാവനയായിട്ട് വാങ്ങിച്ചത്. നാളെ ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് ഒബ്ജക്ഷനായി വന്നാൽ ആ പൈസ ഞാനും നിരപരാധികളായ ഡയറക്ടർമാരും ഷെയർ ചെയ്തെടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നിട്ട് വലിയ വാർത്തയായിരുന്നു. ബാങ്കിൽ കോടികളുടെ ക്രമക്കേട്, 22 കോടിയുടെ നഷ്ടം, ഓരോ കോടി രൂപ വെച്ച് ഓരോ ഡയറക്ടർമാരടക്കം. അതെല്ലാം നടപടികളിലൂടെ ഈ നഷ്ടം വന്ന സംഖ്യകൾ ഈ മുൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള മുൻ പ്രസിഡന്റ് AR രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. ആ മുൻ പ്രസിഡന്റാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ വായ്പകൾ എടുത്തിട്ടുള്ളത്. അതെല്ലാം ആർബിട്രേഷൻ നടപടികളിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കൂ എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 3-ാം മാസത്തെ 29/2/2020 ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപടികളെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോയി. ഇവിടുത്തെ പാർട്ടി നേതൃത്വം നമ്മളോട് സഹകരിച്ചില്ല. ഞാൻ DCC നേതൃത്വവും KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ടു എന്നോട് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ എന്നോട് കൃത്യമായ നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോഴും പല വിശ്വാസങ്ങളും പല ഭീഷണികളും പല കാര്യങ്ങളും വന്നിട്ടും ഇപ്പോഴും ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് നിലകൊള്ളുന്നു. ഡയറക്ടർ വിൽസൺ കാഞ്ഞുത്തറ, സജീവൻ അതിയാരത്ത്, അഡ്വക്കേറ്റ് G. കിഷോർ കുമാർ, KM അഷ്റഫ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡ് 41-ലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10-ന് നടക്കും. 11-നാണ് വോട്ടെണ്ണൽ. കൗൺസിലറായിരുന്ന BJP-യിലെ അഡ്വക്കേറ്റ് TD വെങ്കിടേശ്വരൻ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. സംഘടനാപരമായി മറ്റു ചുമതലകൾ നിർവഹിക്കാനുണ്ടെന്നറിയിച്ചാണ് വെങ്കിടേശ്വരൻ രാജിവെച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 210 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. LDF ഇവിടെ 3-ാം സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാള പഞ്ചായത്ത് പരിധിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. കുഴിക്കാട്ടുശ്ശേരി സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് തെരുവുനായയുടെ കടിയേറ്റു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. എടത്തിരുത്തി പഞ്ചായത്തിൽ രാമൻകുളം കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക്. ET ടൈസൺ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 72 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്.
പുത്തഞ്ചിറ വടക്കുമുറി ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഹരിത വിദ്യാലയം, ഹരിത അംഗനവാടി, ഹരിത സ്ഥാപന പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.